പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യം വാഗ്ദത്തം തരുന്നു. സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, നാശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. സ്വാതന്ത്ര്യം ദൈവം തരുന്ന വാഗ്ദത്തമാണ് സ്വാതന്ത്ര്യം. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരു സ്വതന്ത്രനായി നിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആരുടെയും കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരുടെയും വരുതിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ വരുതി നിൽക്കേണ്ടി വരുന്നു, ശരി. പക്ഷേ എങ്കിൽ മനുഷ്യൻ്റെ ആളത്വം ആർക്കും കീഴ്പ്പെടുന്ന ആളത്വമല്ല, ആർക്കും. പിന്നെ സ്വയം ഒന്ന് പരുവപ്പെടുത്തി കീഴ്പ്പെടുന്നതായിട്ടൊക്കെ കാണിക്കും. സ്വാഭാവികമായിട്ടും അല്പം സംസ്കാരമുണ്ടെങ്കിൽ കീഴ്പ്പെടുന്നതായിട്ട് കാണിക്കും. പക്ഷേ അകത്തെ മനുഷ്യൻ കീഴ്പ്പെടുന്ന മനുഷ്യനല്ല. അകത്തെ മനുഷ്യൻ വെച്ചാൽ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഞാൻ താണു കൊടുക്കുന്നവനല്ല. എന്നാൽ ഒരു വിശുദ്ധൻ എപ്പോഴും താണു കൊടുക്കുന്നവനായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുകയും മറ്റുള്ളവരെ ആദരിക്കുകയും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുകയും ചെയ്യും. മറ്റുള്ളവർ എന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് വ്യക്തമായ ബോധ്യം തന്നിലുണ്ടായിരിക്കും. വാക്കാൽ പറയുമ്പോൾ മറ്റുള്ളവർ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വ്യക്തമായൊരു ബോധ്യം ഉണ്ടാകും. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധനാണ്, എ സെയിൻറ്റ്ലി മാൻ, എ ഹോളി മാൻ ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധനാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. ആ തീരുമാനം പാലിക്കാൻ നിങ്ങൾ ബന്ധപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഹൃദയം പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി
നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണിത്. നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ അധർമ്മത്തിന് അടിമകളാക്കി സമർപ്പിച്ചു പോയതാണ്. അധർമ്മത്തിന്, നിങ്ങളൊന്നും അറിഞ്ഞുകൊണ്ടല്ല. പാപം നിങ്ങളുടെ അവയവങ്ങളിൽ വാണിരുന്നു. അവയവങ്ങളിൽ പാപത്തിൻ്റെ ഇച്ഛകൾ വാണിരുന്നു. നിങ്ങളുടെ അവയവങ്ങളിൽ പാപത്തിൻ്റെ ചോദനകൾ, പാപത്തിൻ്റെ പ്രേരണകൾ നിങ്ങളുടെ ജഡത്തിലുണ്ടായിരുന്നു. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഓരോ അവയവങ്ങളിലും പാപത്തുള്ളതായ വാസനയുണ്ടായിരുന്നു, പാപത്തുള്ളതായ അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ആകർഷണം ഉണ്ടായിരുന്നു, പാപത്തുള്ളതായ ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു, പാപത്തുള്ളതായ ചായ്വ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ അവയവങ്ങളിൽ പാപത്തിൻ്റെ ഒരു ദുഷ്ടസ്വാതന്ത്ര്യം നിങ്ങളുടെ അവയവങ്ങളിൽ വാണിരുന്നു, പാപത്തിൻ്റെ. എന്നാൽ ആ അവയവങ്ങളെ നിങ്ങൾ പാപത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി, നിങ്ങൾ അധർമ്മത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി, നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൊടുക്കുക. ക്രിസ്തുവിൽ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധിക്ക് നിങ്ങൾ സമർപ്പിക്കുക. ഒന്ന് വായിച്ചു. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്ക് അധർമ്മത്തിന് അടിമകളാക്കി സമർപ്പിച്ചു. മുമ്പ് അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മുടെ ഓരോ അവയവവും നാം ചിന്തിച്ച് നോക്കൂ. തിന്മയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലല്ലേ? ചിലപ്പോൾ നാം തന്നെ അറിയാതെ ദേഷ്യപ്പെടുന്ന വാക്കുകൾ വരുന്നു. ചിലപ്പോൾ നാം തന്നെ അറിയാതെ ഭയങ്കരമായിട്ട് ക്രുദ്ധിക്കുന്ന വാക്കുകൾ വരുന്നു. നാവ് ചിലപ്പോൾ ശാപവാക്കുകൾ, പക്ഷേ പുറമേ പറയുന്നില്ല, അറിയാമെന്നുള്ളതുകൊണ്ട്, അത് തെറ്റാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ലെങ്കിലും ഉള്ളിൽ ശാപവാക്കുകൾ വരുന്നില്ലേ? ഉള്ളിൽ നമ്മുടെ അഭിപ്രായത്തോട് ചേരാത്തവരോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇഷ്ടക്കേട് വരുന്നില്ലേ? ഒരു അസഹിഷ്ണുത വരുന്നില്ലേ? അതങ്ങ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതങ്ങ് സമ്പൂർണ്ണമായിട്ടും സ്നേഹത്തോടെ സമീപിക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ള അഭിപ്രായത്തോട് ചേരാൻ പറ്റുന്നില്ല. പക്ഷേ ചേർന്ന് പോകും. നമ്മൾ പല കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത്, ഒന്ന് സ്വയം കണ്ടീഷൻ ചെയ്ത്, സ്വയം പരിവപ്പെടുത്തി അങ്ങനെ നിൽക്കും. പക്ഷേ ചിന്തിച്ച് നോക്കിയാൽ കാണാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവയവങ്ങൾ അധർമ്മത്തിനായി സമർപ്പിക്കപ്പെട്ടവയാണ്. നമ്മുടെ അവയവങ്ങൾ അശുദ്ധിക്കായിട്ട് സമർപ്പിക്കപ്പെട്ടവയാണ്. അശുദ്ധി, ഓരോ അവയവങ്ങളിലും അശുദ്ധി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് മാറ്റേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ, എൻ്റെ ഓരോ അവയവവും എന്തിനാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്, ഞാൻ സമർപ്പിച്ചത്, എൻ്റെ ഓരോ അവയവവും എന്തിനാണ് ഞാൻ വിനിയോഗിച്ചിരുന്നത്, ഈ ദൈവം തന്ന ബുദ്ധി എന്തിനാണ് ഞാൻ ഉപയോഗിച്ചത്, ദൈവം തന്നതായി ജ്ഞാനം എന്തിനാണ് ഉപയോഗിച്ചത്, ദൈവം തന്നതായി ആരോഗ്യം എന്തിനാണ് ഉപയോഗിച്ചത്, ദൈവം തന്നതായി സൗന്ദര്യം എന്തിനാണ് ഉപയോഗിച്ചത്. ഈ നോക്കുമ്പോൾ കാണാം, നമുക്കറിയാം, ഇത് ഓരോന്നും നാം പാപത്തിനും അധർമ്മത്തിനും പിശാചിനും അടിമകളാക്കി സമർപ്പിച്ചു. നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുക. നാശത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ. നാശത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക. നാശത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, അധർമ്മത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതാണ് മാർഗം. നമ്മുടെ അവയവങ്ങളെ നീതിക്ക് ആയുധമായി സമർപ്പിക്കുക, വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുക. പ്രിയപ്പെട്ടവർ, ഇതാ നിന്നും കേൾക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു പുതുമ തോന്നുന്നില്ല, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ എളിമയോടെ ദൈവത്തിൽ താണിരിക്കാമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ശരിയായ ബോധം തരും. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അണുവിലും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി ജീവിക്കണം, പ്രവർത്തിക്കണം, എന്നെ നിയന്ത്രിക്കണം. യേശുക്രിസ്തു തൊടാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരരുത്. യേശുക്രിസ്തു ആഗ്രഹിക്കാത്ത 10 രൂപ പോലും എൻ്റെ കയ്യിൽ വരരുത്. യേശുക്രിസ്തു ആഗ്രഹിക്കാത്ത 10 രൂപ പോലും ഞാൻ ചെലവഴിക്കാൻ ഇടവരരുത്. യേശുക്രിസ്തു ആഗ്രഹിക്കാത്ത ഒരു സെക്കൻഡ് പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ സമയങ്ങളൊക്കെ എങ്ങനെ ചെലവഴിക്കുന്നു? നിങ്ങൾ ചിന്തിക്കുമോ? സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു? വൃഥാ സംഭാഷണത്തിൽ സമയം ചെലവഴിക്കുന്നില്ലേ? വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. എന്താ ചപലമായ സംഭാഷണങ്ങൾ, ഒരു പ്രയോജനമില്ല, വൃഥാ സംഭാഷണങ്ങൾ. നാം ചിന്തിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്, നമ്മുടെ അവയവങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു. ഓരോ അവയവവും തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ടത് അതാണ്. എൻ്റെ ഓരോ അവയവവും ഓരോന്നോരോന്നായിട്ട് എടുത്ത് ദൈവത്തിലിരുന്ന്, കർത്താവേ, ഇന്ന അവയവത്തിൽ നിങ്ങൾ തെറ്റുപറ്റിയോ, ഇന്ന അവയവത്തിൽ നിങ്ങൾ തെറ്റുപറ്റിയോ, എൻ്റെ കൈ അരുതാത്തത് നിങ്ങൾ എഴുതിയോ,
എൻ്റെ കൈ അരുതാത്ത എന്തെങ്കിലും ചെയ്തോ? അരുതാത്ത എന്തെങ്കിലും സ്പർശിച്ചോ? എൻ്റെ നാവ് അരുതാത്ത എന്തെങ്കിലും പറഞ്ഞോ? എൻ്റെ നാവ് അരുതാത്തതായ പാവമായ ഏതെങ്കിലും വാക്കുകൾ ഉച്ചരിക്കാനിടയായോ? ആരെയെങ്കിലും മുറിപ്പെടുത്തുന്ന വാക്കുകൾ നാവിൽ നിന്ന് വന്നുവോ? ആരെയെങ്കിലും വിഷമിപ്പിക്കുന്ന വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ വന്നുവോ? നാവ് നോക്കണം. അപ്പനായാലും ശരി, മോനാണെങ്കിലും ശരി, ഭാര്യ ആയാലും ശരി, ഭർത്താവാണെങ്കിലും ശരി, ആരാണെങ്കിലും ജീവിതത്തിൽ ഓരോ ദിവസവും ഇരുന്ന് സമർപ്പിക്കണം. ഓരോ അവയവം പ്രതിയായിട്ട് സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ഞാൻ കർത്താവിന് സമർപ്പിക്കും. എൻ്റെ ചുണ്ടുകൾ ഞാൻ കർത്താവിന് സമർപ്പിക്കും. എൻ്റെ നാവ് കർത്താവിന് സമർപ്പിക്കും. എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധിയെ കർത്താവിന് സമർപ്പിക്കും. എൻ്റെ ചിന്തകൾ കർത്താവിന് സമർപ്പിക്കും. എൻ്റെ വിചാരങ്ങൾ സമർപ്പിക്കും. എൻ്റെ വികാരങ്ങൾ സമർപ്പിക്കും. സ്തോത്രം. കർത്താവേ, ഒരു കാലത്ത് പിശാച് അവകാശം പറഞ്ഞിരുന്ന എൻ്റെ അവയവങ്ങൾ, നാഥ, പിശാചിൽ നിന്ന് നീ വീണ്ടെടുത്ത് നിൻ്റെ അവയവങ്ങളാക്കി മാറ്റുവാൻ തിരുമനസ്സായല്ലോ. അതിൽ കറവറ്റരുത് കർത്താവേ. ഞാൻ കറവറ്റാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ശരീരശാസ്ത്രം ഒന്നും അറിയാൻ വയ്യെങ്കിലും ഞാൻ എൻ്റെ ലങ്സ് സമർപ്പിക്കും, ശ്വാസകോശങ്ങൾ, എൻ്റെ ലിവർ സമർപ്പിക്കും, എൻ്റെ കരൾ. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാൻ വയ്യ, പക്ഷേ ഞാൻ എൻ്റെ സ്പ്ലീൻ സമർപ്പിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ, അകത്തെ അവയവങ്ങൾ ഒന്നും അതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായിട്ട് എനിക്കറിയാൻ വയ്യല്ലോ. പക്ഷേ എങ്കിലും ഓരോന്നെടുത്ത് ഞാൻ സമർപ്പിക്കും. എൻ്റെ പാൻക്രിയാസ് സമർപ്പിക്കും. സ്തോത്രം. കൂടുതൽ അറിഞ്ഞിട്ടല്ല, പാൻക്രിയാസാണ് ഇൻസുലിൻ ഉണ്ടാക്കുമെന്നറിയാം. പാൻക്രിയാസിൻ്റെ ആ ക്ഷമത പോകുമ്പോഴാണ് ഷുഗർ പേഷ്യൻ്റായി തീരുന്നറിയാം. വളരെ ചെറിയ അറിവുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ പാൻക്രിയാസ് സമർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ തൈറോയിഡ് സമർപ്പിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി പറയുകയാണ്. ഓരോന്നെടുത്തെടുത്ത് സമർപ്പിക്കും. അതാണ് പ്രാർത്ഥന. കർത്താവേ, എവിടെയെങ്കിലും തെറ്റുപറ്റിയോ? ഈ അവയവങ്ങൾ എവിടെയെങ്കിലും കേടുപറ്റിയോ? കർത്താവ് പറയും, കർത്താവേ, കേടുപൊക്കി തരണമേ. കർത്താവേ, അതിലുള്ള മാലിന്യം മാറ്റി തരണമേ. പ്രാർത്ഥിക്കും. ദിവസേന ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദിവസേന ഓരോ അവയവങ്ങളും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. എൻ്റെ നെർവസ് സിസ്റ്റം സമർപ്പിക്കും. അങ്ങനെ തന്നെ പറഞ്ഞാൽ സമർപ്പിക്കും. കർത്താവ്, എൻ്റെ നെർവസ് സിസ്റ്റം നിനക്ക് തരുന്നു. നേഴ്സ്, എൻ്റെ നാഡിഞരമ്പുകൾ സമർപ്പിക്കുന്നു. സ്തോത്രം. സർക്കുലേഷൻ സിസ്റ്റം സമർപ്പിക്കുന്നു. എൻ്റെ രക്തമോടുന്ന രക്തധമനികൾ സമർപ്പിക്കുന്നു. സ്തോത്രം. കർത്താവേ, മാലിന്യമുള്ളതൊന്നും ആ രക്തത്തിൽ ഇനി ഉണ്ടാകരുത്. എൻ്റെ പൂർവികന്മാരിൽ നിൻ്റെ മേൽ വന്നതായ മാലിന്യമൊന്നും എൻ്റെ രക്തത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ സമർപ്പിക്കണം. അധർമ്മത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. പാപത്തിൻ്റെ കുരുക്കളിൽ നിന്ന് മോചനം പ്രാപിക്കണം. ലോകം മായയാണ്. എല്ലാം തൽക്കാലത്തേക്കേ ഉള്ളൂ, അല്ലേ? എല്ലാം തൽക്കാലത്തേക്ക് മാത്രം. എത്ര കാലം? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഈ സമർപ്പണമൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി ഞാനിത് പ്രാർത്ഥിക്കുന്നു. ഇന്നും എൻ്റെ സ്വയം, ഇന്നും എൻ്റെ സെൽഫ് ഇന്നും എൻ്റെ അകത്ത് നിൽക്കുന്നു. അത് ഞാൻ സമർപ്പിക്കും. കർത്താവേ, ഞാൻ പറിച്ചെറിഞ്ഞിട്ട് കളഞ്ഞിട്ട് പറിച്ചെറിഞ്ഞ് കളയുന്നുണ്ട്, പോകുന്നില്ല. എൻ്റെ ചില തനതായ ഇഷ്ടങ്ങൾ പോകുന്നില്ല, തനതായ താല്പര്യങ്ങൾ പോകുന്നില്ല. കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു, പോകുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഒരു ഗുണമുണ്ട്. സമർപ്പിച്ച് ഇതെല്ലാം പോകുന്നില്ലെന്ന് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് വന്ന് പൊതിയുന്നു. കർത്താവിൻ്റെ തിരക്തത്തിൻ്റെ സ്വർഗീയമായ മറുപടി എനിക്ക് തരുന്നു. ആ തിരക്തം വന്ന് പൊതിയുന്നു. ആ തിരക്തത്തിൽ എന്നെ പൊതിഞ്ഞു നിൽക്കുന്നു. വേണ്ട ലോകയിമ്പം വേണ്ട എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നു. വേണ്ട കർത്താവേ, വേണ്ട. സ്തോത്രം. ആരും എന്നെ മാനിക്കണ്ട, ആരും എന്നെ പ്രത്യേകിച്ച് കരുതണ്ട. കർത്താവേ, നിൻ്റെ കരുതൽ മാത്രം മതി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഭാഗ്യം തിരക്തത്തിൻ്റെ ആവരണമാണ്. തിരക്തമൊന്ന് ആവരണം ചെയ്യുകയാണ്, മൂടിത്തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൽ ഇരുന്നു കൊണ്ടാണ് പിന്നെ സ്തുതിക്കുന്നത്. ആത്മാവിൽ ആനന്ദിച്ച്
ആനന്ദ പാരവശ്യത്തോടെ സ്തുതിക്കുന്നത്. സ്തോത്രം. ആത്മാവിൽ ആനന്ദിക്കാം. നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന് അടിമകളായി സമർപ്പിച്ചവരായിരുന്നു, ഇനിയിപ്പോൾ നീതിക്ക് അടിമകളെ സമർപ്പിക്കുന്നു. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നീതി ക്രിസ്തുവാണ് നീതി. നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ചിന്തകളൊക്കെ ശുദ്ധമായി കിട്ടും. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ചിന്തകൾ ശുദ്ധമായി കിട്ടും, വിചാരങ്ങൾ ശുദ്ധമായി കിട്ടും, ആഗ്രഹങ്ങൾ ശുദ്ധമായി കിട്ടും, വികാരങ്ങൾ ശുദ്ധമായി കിട്ടും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയം സ്വച്ഛ സുന്ദരമായി തീരും, സ്വച്ഛ നിർമ്മലമായി തീരും. അനുഗ്രഹീതമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് സ്നേഹത്തിൻ്റെ വാക്കുകൾ പൊഴിയും. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന തേൻതുള്ളി പോലത്തെ തിരുവചനമായിരിക്കും. സ്തോത്രം. അധരദ്വാരം ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ചുണ്ട് ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ശരീരാവയവങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ആയിത്തീരും. ക്രിസ്തു അധിവസിക്കും. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കും, നമ്മുടെ ശരീരത്തിൽ വസിക്കും. ഈ ശരീരം ക്രിസ്തുവിൻ്റെ പള്ളിയായി മാറും, ക്രിസ്തുവിൻ്റെ ആലയമായി മാറും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പള്ളിയാണ്. നിങ്ങളുടെ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരത്തിലെ ഓരോ അണുവും ദൈവത്തിൻ്റെതാക്കി നിങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശരീരത്തിൽ കർത്താവേ, എൻ്റെ മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കർത്താവേ, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ബുദ്ധിയുടെ കേന്ദ്രം എന്താണ് എനിക്കറിഞ്ഞുകൂടാ. കർത്താവേ, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നു, കർത്താവേ, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന്. ഞാൻ പറയും, കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും നിനക്കെല്ലാം അറിയാമല്ലോ. ഞാൻ നിൻ്റെ വകയല്ലേ, നിൻ്റെ സ്വന്തമല്ലേ, നിൻ്റെ സ്വന്തമല്ലേ നാഥ, നീ എന്നെ എടുത്തതല്ലേ. സ്തോത്രം. ദൈവമക്കളെയും നിങ്ങൾക്ക് തീരുമാനമെടുക്കാമോ? നീ എന്നെ എടുത്തതല്ലേ എന്ന്, നീ എന്നെ കൈക്കൊണ്ടതല്ലേ എന്ന്. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ നീ എന്നെ എടുത്തത്, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ എന്നെ എടുത്തത്. ഈ വചനം കേൾക്കേണ്ടതായത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. അതാവേ, നിൻ്റെ ജീവൻ്റെ വചനം കേൾക്കേണ്ടതായത് ഞാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ. എന്തുകൊണ്ടോ നിനക്ക് കരുണ തോന്നി, നീ എന്നെ സത്യവചനത്തിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ടോ എനിക്കറിയാൻ വയ്യ. ഒരു നിഗൂഢമായ കാര്യങ്ങൾ, അഗാധ രഹസ്യങ്ങൾ എനിക്കറിഞ്ഞുകൂടല്ലോ. കർത്താവേ, എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഇപ്പോൾ അറിയണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. കർത്താവേ, നീ നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വരാൻ നീ അനുവദിക്കുമ്പോൾ, അന്ന് ഈ ഭൂമിയിൽ ജീവിതം കഴിഞ്ഞ് അക്കരദേശത്തേക്ക് പറഞ്ഞെത്തുമ്പോൾ, അന്ന് ഒരുപക്ഷെ നീ കാണിച്ചു തരുമായിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കി തരുമായിരിക്കും. അതും വേണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പറയണം, ഒരു കാര്യത്തിൽ നിർബന്ധമില്ല. ആകെ വേണ്ടത് ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, എൻ്റെ യേശു എന്നിൽ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനിൽ നിറഞ്ഞു നിൽക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവിനിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എന്നിൽ കൂടി ക്രിസ്തു പ്രവർത്തിക്കണം, എന്നിൽ കൂടി ക്രിസ്തു സംസാരിക്കണം. ഞാനല്ലാതായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഞാനല്ലാതായി മാറണം. എൻ്റെ രക്തത്തിലെ ഓരോ തുള്ളിയും എൻ്റെ പൂർവികന്മാരിൽ നിന്നതായി ശാപങ്ങൾ വരുന്നവയാണ്, എൻ്റെ പൂർവികന്മാരിൽ നിന്നതായി പാപങ്ങൾ വരുന്നവയാണ്. ഞാൻ തന്നെ സമ്പാദിച്ച പാപങ്ങളുള്ളതാണ്, ഞാൻ തന്നെ ചെയ്തു പോയ പാപങ്ങളുള്ളത്. പാപങ്ങൾ, ശാപങ്ങൾ. കർത്താവ്, എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. കർത്താവ്, ഏതെല്ലാം കൂട്ടുകെട്ടുകളാണ് എനിക്കുണ്ടായിരുന്നത്, ഏതെല്ലാം സുഹൃബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ കൂടിയെല്ലാം പകർന്നു വന്നതായ പാപത്തിൻ്റെ ചില അംശങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറ്റിപ്പിടിച്ച് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഇതാ ഞാൻ തുറന്നു വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ സ്വർഗത്തിലെ തീ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ തീ ഇറങ്ങി വരും. നിങ്ങളുടെ മേലെ തീ വന്ന് ഇറങ്ങുമ്പോൾ ആ തീയിൽ നിങ്ങൾ ജ്വലിക്കാൻ തുടങ്ങും. ആ തീയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ആ തീയിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ഇതെല്ലാം തന്നത് ദൈവമാണല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. കർത്താവേ, എനിക്ക് യോഗ്യതയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. എളിമ വന്നു പോകും, തന്നെത്താൻ എളിമ വന്നു പോകും. കർത്താവേ, മറ്റാരേക്കാൾ ഞാൻ അയോഗ്യനാണെന്നുള്ള ചിന്ത വരും. അയോഗ്യൻ, ഞാൻ യോഗ്യത ഇല്ലാത്തതെന്ന് ചിന്ത വരും. മറ്റാരും എന്നേക്കാൾ യോഗ്യൻ എന്നുള്ള ചിന്ത വരും, എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള ചിന്ത വരും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ഉള്ളിലൊരു സ്നേഹം വരും. ആരോടും കയ്പില്ലാതെ വരും, ആരോടും നീരസമില്ലാതെ വരും, ആരെക്കുറിച്ചും പരിഭവമില്ലാതെ വരും. എപ്പോൾ ഈ ആത്മാവ് നീങ്ങുമ്പോൾ, സ്നേഹത്തിൻ്റെ ആത്മാവ് നിറയുമ്പോൾ,
അത് വിശുദ്ധിയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്, അത് കരുണയുടെ ആത്മാവാണ്, കൃപയുടെ ആത്മാവാണ്, അത് ജീവൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അത് ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, ഈ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, ഈ ആത്മാവ് ശ്രേഷ്ഠമായ ആത്മാവാണ്, ഈ ആത്മാവ് ബുദ്ധിയുടെ ആത്മാവാണ്, ഈ പരിശുദ്ധാത്മാവ്. ആത്മാവിൻ്റെ തീ നമ്മിൽ കൂടി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ കൂടി ആത്മാവ് ഒഴുകും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവ് നിറഞ്ഞു വന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. പുറമേ സ്തുതി വന്നില്ലെങ്കിൽ പോലും സ്തുതി നിങ്ങളുടെ നാവിൽ ഇങ്ങനെ തത്തി രസിക്കാൻ തുടങ്ങും, തത്തി കളിക്കാൻ തുടങ്ങും. സ്തുതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിക്കാം. കർത്താവേ, എൻ്റെ അവയവങ്ങളെ ഞാനിതാ നിനക്ക് സമർപ്പിക്കുന്നു. ഇതുവരെയും അധർമ്മത്തിൻ്റെ അടിമകളാക്കി ഞാൻ സമർപ്പിച്ച എൻ്റെ അവയവങ്ങളെ ഇപ്പോൾ ഇതാ എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ നീതിയുടെ അടിമകളാക്കി ഞാൻ സമർപ്പിക്കുന്നു. നീതിയുടെ അടിമയായി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുള്ള നീതിയുടെ അടിമയായി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നീതിക്ക് അടിമയായി സമർപ്പിക്കുന്നു. ഇതുവരെയും പാവത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോയിരുന്ന എൻ്റെ ആത്മാവ്, പാവങ്ങൾ രസിച്ചുകൊണ്ടിരുന്ന എൻ്റെ ആത്മാവ്, പാവങ്ങളുടെ ഇമ്പങ്ങളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ആത്മാവ്, കർത്താവേ, ഇടയില്ലാത്ത ആടുകളെപ്പോലെ കർത്താവേ, ഞാൻ ജീവിച്ച കാലങ്ങളിൽ എന്നെ പിശാച് കൈയടക്കുകൊണ്ടിരുന്നതായ കാലങ്ങളിൽ കർത്താവേ, അന്നുണ്ടായിരുന്ന അധർമ്മത്തിൻ്റെ ആധിപത്യം എന്നിൽ നിന്ന് മാറ്റി എന്നിൽ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നൽകണമേ. നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ പൊതിയുന്നത്, പരിശുദ്ധാത്മാവ് വന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മുടെ സ്വഭാവം മാറ്റുന്നത്. കർത്താവിന് സ്തോത്രം. എളുപ്പമല്ല ഈ സ്വഭാവം മാറുക എന്നുള്ളത്, ഈ മനുഷ്യ സ്വഭാവം മാറുക എന്നുള്ളത്. ഇന്ന് ലൗകികനായ മനുഷ്യൻ ആത്മീയനായി മാറുന്നു എളുപ്പമുള്ള കാര്യമല്ല. അത് വലിയൊരു അത്ഭുതമാണ് നടക്കുന്നത്, വലിയൊരു മിറക്കിൾ. ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ജഡീകനായ മനുഷ്യൻ ആത്മീയനായി മാറുന്നു. വലിയൊരു അത്ഭുതമാണ്. മാനസാന്തരമുള്ള വാക്കൊക്കെ നമുക്കറിയാം. ഒന്നും ആയില്ല. മാനസാന്തരപ്പെട്ടു, അതുകൊണ്ടൊന്നും ആയില്ല. ശരി, ഞാൻ ഇനി മദ്യപാനമില്ല, നല്ലത് തന്നെയാണ്, അതുകൊണ്ടൊന്നും ആയില്ല. ഇനി ഞാൻ ഒരിക്കലും അന്യായമായി സമ്പാദിക്കുകയില്ല, വെരി ഗുഡ്, നല്ലത് തന്നെയാണ്, അതുകൊണ്ടൊന്നും ആയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ചീത്ത വാക്കുകൾ നാവിൽ വരില്ല, അതുകൊണ്ടും ആയില്ല. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം തീരുമാനം എടുത്താലും പോരാ. ഇനി എന്താണ് ഈ നടക്കേണ്ടതെന്നാണ്? ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ മേലിറങ്ങി ആവസിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഈ നിസ്സാര മനുഷ്യൻ്റെ മേൽ ഇറങ്ങി ആവസിക്കണം. ആത്മാവിനെ പൊതിയണം, ആത്മാവിനെ ആവരണം ചെയ്യണം. കർത്താവേ, ആത്മാവിൻ്റെ തീയിൽ ഞാൻ അങ്ങ് ജ്വലിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ തീയിൽ ജ്വലിച്ചുകൊണ്ട് നിന്നെ സ്തുതിപ്പാൻ എനിക്ക് സാധിക്കണം. നിന്നെ സ്തുതിച്ചതിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ നാമത്തെ വർണ്ണിക്കാൻ എനിക്ക് സാധിക്കണം. നിന്റെ വചനം എൻ്റെ നാവിലെടുപ്പാൻ എനിക്ക് യോഗ്യതയില്ലെങ്കിലും കർത്താവേ, നിൻ്റെ ആത്മാവ് വരുമ്പോൾ ആ വചനം നാവിലേക്ക് തരികെ വരുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, വചനത്താൽ നീ രൂപാന്തരപ്പെടുത്തണമേ, വചനത്താൽ നീ എന്നെ ശക്തീകരിക്കണമേ. കർത്താവേ, ഞാൻ സ്വന്തം നിലയിൽ ഒരു ഭീരുവായ മനുഷ്യനാണ്, എന്നാൽ നിൻ്റെ ആത്മാവിൽ വന്ന് എന്നെ ധീരനാക്കി മാറ്റണമേ. നിൻ്റെ ആത്മാവ് വന്ന് എന്നെ ശക്തീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനുള്ളതായ ദാഹം നിങ്ങൾക്ക് വരട്ടെ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പറയുന്നു, കർത്താവ് പറയുന്നു, ഉത്സവത്തിന് മഹാദിനമായി എടുക്കുന്ന നാളിൽ ദാഹിക്കുന്നതിനെല്ലാം എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. ഉത്സവത്തിന് മഹാദിനമായി എടുക്കുന്ന നാളിൽ യേശു നിന്നുകൊണ്ട്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ഉത്സവത്തിന് മഹാദിനമായി എടുക്കുന്ന നാൾ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നതിനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ഈ ആത്മാവിനെ ലഭിക്കും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ദാഹിക്കുന്നതെല്ലാം വരട്ടെ എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം ദേവാലയത്തിൽ അന്ന് വന്നുകൂടിയ മഹാജനമെല്ലാം ഈ വചനം കേട്ടു. ഇതാ അരക്കാശിന് ഗതിയില്ലാത്തവൻ, തലയായ്പിന് ഇടമില്ലാത്തവൻ, നസ്രയത്തിലെ തച്ചൻ്റെ മകൻ, അവൻ എന്താണ് ഈ പറയുന്നത്? ദാഹിക്കുന്നതെല്ലാം വരട്ടെ എന്നോ? ഇവൻ എന്താ ഈ പറയുന്നത്? ബോധമില്ലാതെ പറയുന്നു. അവർക്ക് മനസ്സിലായില്ല. യഹൂദ പ്രമാണികൾക്ക് മനസ്സിലായില്ല, പണ്ഡിതവര്യന്മാർക്ക് മനസ്സിലായില്ല, ശ്രേഷ്ഠന്മാർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശു പറഞ്ഞു, ദാഹിക്കുന്നതെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുമെന്ന് പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവ്. സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഈ ആത്മാവ് നിങ്ങൾ ലഭിക്കും. വിശ്വസിക്കുക. യേശുക്രിസ്തു ജീവിക്കുന്നു, വിശ്വസിക്കുക. യേശുക്രിസ്തു പ്രവർത്തിക്കുന്നു, വിശ്വസിക്കുക. ഞാൻ കേവലം ഒരു പാവ മാത്രം, സ്വന്തമായി ചലനശേഷിയില്ലാത്തൊരു
പാവയാണ് ഞാൻ കർത്താവേ. എന്നാൽ യേശുവിൻ്റെ ആത്മാവിൽ വരുമ്പോൾ ഞാൻ ചൈതന്യമുള്ളവരായി തീരുകയാണ്. ഞാനെന്ന് പറയുന്ന മനുഷ്യനോ വെറും പാവ മാത്രം. ദൈവത്തിന് സ്തോത്രം. ചലനശേഷിയില്ലാത്ത പാവ, അനക്കമില്ലാത്ത പാവ. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ വരുമ്പോൾ ഞാൻ ചൈതന്യമുള്ളവനായി ചലനശേഷിയുള്ളവനായി തീരും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ മേലെ നിൻ്റെ ആത്മാവ് ഏറെ പറന്നിറങ്ങണമേ. ആത്മാവ് പറന്നിറങ്ങണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ നിങ്ങൾ? യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? കർത്താവേ, എൻ്റെ മേലെ നിൻ്റെ ആത്മാവ് വരണമേ. കർത്താവേ, എൻ്റെ ജീവിതം പരിപാവനമായി, പവിത്രമായി, പരിശുദ്ധമായി, നിർമ്മലമായി ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. കർത്താവിന് സ്തോത്രം. വാക്ക് പറയണം. കർത്താവ് പറയണം, കർത്താവേ, ഇതുവരെ ജീവിച്ചതുപോലല്ല, ഇനിമേൽ എൻ്റെ ജീവിതം പരിപാവനമായിരിക്കും. ഇനിമേൽ എൻ്റെ ഓരോ അണുവും, ഓരോ വാക്കും, ഓരോ അക്ഷരവും, കർത്താവെ, ഓരോ ചിന്തയും, ഓരോ ചിന്താശകലവും യേശുവെ പരിശുദ്ധമായിരിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഇതാ ഞാൻ എന്നെ നിനക്ക് തരികയാണ്. എൻ്റെ മനസ്സോടെ ഞാൻ നിനക്ക് തരികയാണ്. സാത്താനെ ഇതാ ഉപേക്ഷിക്കുകയാണ്. വിശ്രാമനെ സ്വീകരിക്കുകയാണ്. യേശുവേ, ക്രൂസിൽ വെച്ച രക്ഷക, നിൻ്റെ തിരുരക്തം ചിന്തി എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, ഇന്ന് ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. നാഥാ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേലയക്കണമേ. ആത്മാവിൻ്റെ മേൽ വരണമേ. പ്രാർത്ഥിക്കൂ നിങ്ങൾ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയുക, കർത്താവേ, ഇന്നു മുതൽ യേശു ക്രിസ്തുവിൻ്റെ അടിമയായി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ്. ഇന്നു മുതൽ യേശു ക്രിസ്തുവിൻ്റെ നീതിയുടെ അടിമയായി ഇത് ഞാൻ സമർപ്പിക്കുകയാണ്. അധർമ്മത്തിൻ്റെ അടിമത്തിൽ ഞാൻ മോചനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അടിമയായി തീരുകയാണ്. പൈശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെ അടിമയായി തീരുകയാണ്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം എനിക്ക് തന്നതിനെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നുവെങ്കിൽ, ആത്മാവിന് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. എൻ്റെ ഈ നിസ്സാരമായി സമർപ്പണത്തെ നീ അംഗീകരിച്ച് സ്വീകരിച്ച് ഈ സമർപ്പണത്തെ നീ പൂർത്തീകരിച്ച് കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ മേൽ ഊതണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ ഊതട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ വീശി അടിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളുടെ മേൽ പകരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റ് നിങ്ങളെ വീഴിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാസ്തവമായി അങ്ങനെ ആഗ്രഹിക്കുന്നതിന് മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. അർഹിക്കാത്ത നന്മകളാണല്ലോ ഞങ്ങൾക്ക് തരുന്നത്. അയോഗ്യരായ ഞങ്ങൾക്ക് അവിടുത്തെ നന്മകൾ അനുഭവിക്കാൻ ഭാഗ്യം തരുന്നുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ കൂടി നടക്കുന്നതിനായി സ്തോത്രം. ആവശ്യക്കാരുടെ തലമേൽ കരം വെച്ച് ആത്മാവിനെ പകരുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ ശക്തി ഓരോരുത്തരും പകർന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നിൻ്റെ ഈ പ്രിയജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.